ഇതുണ്ടല്ലോ നമ്മളെല്ലാം തൊലി കളഞ്ഞിട്ട് തൊലി ഇതിനകത്തേക്ക് ഇട്ടോ. ഇതിനകത്തേക്ക് ഇട്ടോ, തൊലി കൊടുത്തിട്ടോ. ഇതിങ്ങനെ ഉണ്ടല്ലോ, അതൊക്കെ ഇതൊക്കെ ഇതിനുണ്ടോ ഇങ്ങനെ ആ തൊലി മാത്രം കേട്ടോ. ആ ഓക്കെ. വെളുത്തുള്ളിയല്ലേ, എന്നിട്ട് അത് ഇവിടേക്ക് വെച്ചോ. കണ്ടോ, ഇത് ഇവിടേക്ക് വെച്ചോ കേട്ടോ. അതിൻ്റെ തൊലി അമ്മ നല്ലോണം. ഓക്കെ, തരുമോ അങ്ങനെ? സെറ്റ്. അത് കുഴപ്പമില്ല, നമുക്ക് കളയാം. അവർക്കുണ്ട് കേട്ടോ. ചീഞ്ഞതല്ല, അത് പൂത്തതാ, പഴയതായിരിക്കും ചിലപ്പോൾ. അതേ അതിനകത്ത് ആ കവറിലുണ്ടായാലും ഒരെണ്ണം കടയിൽ ചിലപ്പോൾ ഇരുന്നത് പഴയതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ വന്ന് ചിലപ്പോൾ ചീത്ത ചെയ്തായിരിക്കും. അത് കളയേണ്ടതാ. ഇത് കളഞ്ഞിട്ട് തരാം. അത് ചേച്ചി സവാള കണ്ണരിയൂടാ. വെളുത്തുള്ളി അങ്ങനെ കണ്ണരിയില്ല. ഇഞ്ചിയും കണ്ണരിയും. വീഴമ്പൂന് ഇവിടെ വെച്ചോ, എടുത്തോളാം. അത് ഇതിനകത്തേക്ക് ഇട്ടോന്നാ. എന്നിട്ട് വെച്ചിട്ട് അതാരോ വീട് മാറുന്നതാ തോന്നുന്നു. ഇഞ്ചി കണ്ണരിയും സവാള കണ്ണരിയും മുളക് പുകയും. മുളക് എടുത്തിട്ട് അരിഞ്ഞിട്ടില്ലല്ലോ. മരോ? മരമല്ല, അതതിൻ്റെ തണ്ട്. മരമല്ല കേട്ടോ. ഇച്ചിരി ഉണങ്ങി തുടങ്ങി, അതാണ്. ചീഞ്ഞിട്ടില്ല കേട്ടോ. ഇതാണോ? അത് ചീഞ്ഞതാ. അത് വേറെ പോയായിരുന്നു അതിനകത്തേക്ക്. അത് ഇതായിരിക്കും. തൊലി ഇതിനകത്തേക്ക്, വെളുത്തുള്ളി അതിനകത്തേക്ക്. അത് കുഴപ്പമില്ല, അത് കിടന്നോട്ടെ. നമ്മൾ അരിഞ്ഞ സമയത്ത് അത് കളഞ്ഞോളാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അരച്ച് എടുത്ത് വയ്ക്കാം, മിക്സിയിലിട്ടേ പേസ്റ്റാക്കി എടുത്ത് വയ്ക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയേ പേസ്റ്റാക്കിയിട്ട് അരച്ചെടുത്ത് വയ്ക്കാം കുറച്ച്. അത് ചേച്ചി നാട്ടിലെ പണ്ടൊക്കെ കല്യാണമൊക്കെ ഉണ്ടാവില്ലേ, കല്യാണം, മാമോദീസ പരിപാടികളൊക്കെ. അപ്പം ഉണ്ടല്ലോടാ, ആ കല്യാണത്തിൻ്റെ തലേ ദിവസമേ നമ്മളുണ്ടല്ലോ എല്ലാവരും കൂടി വീട്ടിൽ കൂടിയിട്ട് ഇതുപോലെ. ഏത് വീട്ടിലാണോ കല്യാണം ആ വീട്ടിൽ. അയ്യോ, അത് നിൻ്റെ ആയിരുന്നോ? സാരല്ല. കല്യാണം നടക്കണ വീടില്ലേ, കല്യാണം നടക്കണ വീട്ടിൽ എല്ലാവരും കൂടിയിട്ടേ ഇങ്ങനെ സവാളയും വെളുത്തുള്ളിയും. ഞാൻ കളയാൻ പറ്റണമെങ്കിൽ ഇവിടെ വെച്ചു, ഞാൻ കളഞ്ഞോളാം. അല്ല, തൊല്ലിയത് അമ്മ ഇങ്ങനെ പൊളിച്ചിട്ട് തരാം. ഇതിന്ന് എടുത്തോന്ന്, അത് എളുപ്പം നിനക്ക്. അല്ല, ഇങ്ങനെ പൊളിച്ചിട്ട് തരാൻ തൊലി കളഞ്ഞോ, അപ്പൊ നിനക്ക് എളുപ്പമുണ്ട്. ഓക്കെ, വേണ്ട. അപ്പോൾ കല്യാണങ്ങളൊക്കെ വരുമ്പോണ്ടല്ലോ എല്ലാവരും കൂടെ ആ വീട്ടിൽ തലേ ദിവസം കൂടും. എന്നിട്ട് സവാളയും ഇഞ്ചിയും പച്ചമുളക്, വേപ്പില ചെയ്യില്ല, പച്ചമുളക്, വെളുത്തുള്ളി, ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാം ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞ് ഒരു വലിയ വലിയ പാത്രങ്ങളിലാക്കി എടുത്തു വയ്ക്കും. എടുത്തിങ്ങനെ നമ്മൾ ചെയ്ത് വയ്ക്കും. എന്നിട്ട് ആ കറിയൊക്കെ ഉണ്ടാക്കണ ഒരു ചേട്ടൻ വരും.
കോക്കിച്ചേട്ടൻ. ആ ചേട്ടൻ കോക്കിന്ന് പറയുന്നേ. കറിയും ചോറും. നമ്മുടെ കൂട്ടുകാരാ, ചിലപ്പോ കൂട്ടുകാരായിരിക്കും, അല്ലെങ്കിൽ അറിയാത്ത ചേട്ടന്മാരായിരിക്കും. അങ്ങനെ ചോദിച്ചു നോക്കാം. അപ്പൊ ആ ചേട്ടൻ വന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കണ വെളുത്തുള്ളിയും ഇതൊക്കെ ഇല്ലേ, അതിൽ നിന്ന് ആവശ്യത്തിന് എടുത്ത് ആ ചേട്ടൻ കറി ഉണ്ടാക്കും. പണ്ട് കേട്ടോ, ഇപ്പോഴല്ല, പണ്ട് അമ്മയൊക്കെ ചെറുതായിരുന്നു. അപ്പോൾ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. ഇപ്പം എല്ലാവരും നമ്മൾ മേടിക്കും. ഇപ്പം വീട്ടിൽ മേടിക്കും. ഇപ്പം അങ്ങനെ ഉണ്ടാക്കലില്ല. പൊളിച്ചോ. അപ്പോൾ അങ്ങനെ. അപ്പം അതുപോലെയാണ് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചെയ്യുന്നത് പക്ഷെ കല്യാണത്തിനൊന്നുമല്ല, ഇത് എളുപ്പപ്പണിക്ക് വേണ്ടി. ചേട്ടനാ ആ ചേട്ടൻ കല്യാണത്തെ ഇങ്ങനെ മാറ്റപ്പോ മരിച്ചിട്ടൊന്നുമില്ല, എല്ലാരും ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ പോലീസ് ഇപ്പൊ ആംബുലൻസും ഫയർഫോഴ്സൊക്കെ വന്നുകൊണ്ട് മാച്ചു അവർക്ക് വന്നു. ആരും മരിച്ചു പോയിട്ടില്ലടാ. ഇപ്പൊ കൊണ്ടീനെ മരിച്ചു പോയിട്ടൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ആദ്യം, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എല്ലായിടത്തും ഉണ്ടല്ലോ ഭക്ഷണം മേടിക്കും, പുറത്തുനിന്ന് മേടിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്, ഹോട്ടല് അങ്ങനെയൊക്കെ. കാറ്ററിംഗ് പോലെ. അപ്പൊ അവിടുന്ന് പിന്നെ ഇത്ര പേർക്ക് വേണം ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് മേടിക്കും. പണ്ട് ഇങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കുമായിരുന്നു. അമ്മയ്ക്കും ചെറുതായിരുന്നു ഇപ്പോൾ. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരിക്കും. അമ്മ ഇപ്പോഴും കുഞ്ഞല്ല. അപ്പ വലുത് നീ അമ്മ കുഞ്ഞിതാന്നാ? അതെപ്പോഴാ പറഞ്ഞു? ഇന്നലെ ഞാൻ പറഞ്ഞു അങ്ങനെ. അപ്പ വലുതാണ്. അപ്പയല്ലേ വീട്ടിലെ അപ്പയല്ലേ കാർന്നൂര്. കാർന്നൂരാണ്. അമ്മ കാർന്നൂരായ. കാർന്നൂരല്ല, കാർന്നോർത്തി. കാനോത്തി. നീയോ? പൂവാത്തിയാ? നീ കുട്ടിസാറ്. പുണ്യാളത്തിയാ? എന്നിട്ട് അത് പണ്ട് നീ പറഞ്ഞില്ല, ഞാൻ പണ്ടാണ് അപ്പ അമ്മയുടെ അത് ഫ്രണ്ട്സാന്നാ? അപ്പ അമ്മയുടെ ഫ്രണ്ടാന്നാ? ഫ്രണ്ടൊക്കെയാണ്. നമ്മളെല്ലാവരും ഫ്രണ്ട്സാ. 3 പേരല്ല, 4 പേര്. എവിടെ എഴുന്നേക്കണ്ടാ? അപ്പൊ നമ്മുടെ പണി തീർന്നു. അതെന്ത് ചെയ്യണം? ഈ ടേബിള് ചെന്നേ ടേബിളിനോട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ ചെല്ലേ. നെഞ്ചല്ലേ എനിക്ക് പണിയാ. എന്തുണ്ടാക്കാൻ? അച്ചാറൊന്നും ഉണ്ടാക്കണില്ല, എടുത്തു വെക്കാനാ. കറിക്കൊക്കെ അരിഞ്ഞെടുക്കാൻ എളുപ്പത്തിന്. മമ്മി ഇങ്ങനെ പറയും, അമ്മ അമ്മ കണ്ണെരിഞ്ഞിട്ട കരയണല്ലേ? സവാള അരിയുമ്പോ അല്ല ഇഞ്ചി വെളുത്തുള്ളി അരിയുമ്പോഴാ? സവാള. അതാ ഞാനും പറഞ്ഞ സവാളന്ന്. വെളുത്തുള്ളിക്ക് എരിവില്ലടാ. ഇല്ലേ? പറയുന്നത്
രണ്ട് മൂന്ന് എണ്ണീതാ അതെ നല്ല എണ്ണലായിരുന്നു. താനെ അത് കൊറേ ഉണ്ട്, അത് 50-ന് മേലെയുണ്ട്. 1 2 3 3 കഴിഞ്ഞ് ഇത് 4 ആ 5 ആ ഇത് 10 ഉണ്ടോ? 10 ഇല്ല 10 ഇല്ലേ? എത്രയും 10 ഏതായാമോ 10 ഇതാ അതായിരുന്നു 10. ആഹാ ഇപ്പൊ എന്തോയായിരുന്നു കുപ്പിയിലിട്ടോ എന്റെ കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞില്ല. തുളി മാറ്റിയാൻ പറ്റുവാണ് ആ തൊലി മാറ്റി കഴിയാൻ പറ്റും. ഇത് ഞാൻ ഇതിനകത്ത് അല്ല അതിനകത്ത് തൊലി ഉണ്ടല്ലോ. ഉണ്ട് നോക്കിയില്ല ഉണ്ടോ? ഇല്ല ഉണ്ടെന്നേ. നീ കണ്ടാ തൊലി? അത് ഞാൻ പറഞ്ഞില്ലേ. ഇനി തുളി ഉണ്ടോ നോക്കി ആ ഇനിയില്ല. ആ ഉണ്ട്, ഇനിയുണ്ട്. ഇല്ല ഇവിടെ സൈഡില് തിളങ്ങണത് തൊലിയത്. ഇതോ ഇനി ഉണ്ടോ ഇനിയുണ്ട്. ആ കോലില്ലേ എവിടെ വെച്ചും കൂടെ വെച്ചാൽ ഞാൻ കണ്ടോളാം. കോലില്ലേ ആ തൊലിയുടെ അത്. ഇതുമ്മ തുള്ളി ഉണ്ടോ? അതുമ്മേ ഉണ്ട്. എവിടെയാ? ഉണ്ടോ? ഇല്ല ഇവിടെ ഉണ്ട്. ആ കോല് കണ്ടോ അതുമ്മേ? ആ തുള്ളി അല്ല. അതെ എവിടെ പൊളിച്ചു നോക്കി കണ്ടോ? അത് വലിയത്. അതാ ഞാൻ പറഞ്ഞേ. ഇതും തുള്ളിയാണ്. ആ ഇപ്പൊ പോയി തോന്നുന്നു. പോയി നോക്കി ആ ഇപ്പൊ തീർന്നു. എന്തോയാ കണ്ടു കണ്ടു. എല്ലാം തെറിച്ചു പോകും. എന്തെല്ലാം അവന്റെ ടോയ്സ് തെറിച്ചു പോയി, അമ്മയുടെ വെളുത്തുള്ളി തെറിച്ചു പോയി, എൻ്റെ വെളുത്തുള്ളി തെറിച്ചു പോയി. പോണ്ട. ഇതിപ്പോ തന്നെ കായും. ആ കഴിഞ്ഞെങ്കിൽ എടുത്ത് കിട്ടോ? അടയ്ക്കാൻ പോവാ. മതി, സെറ്റ്. ഈ തുള്ളി ഞാൻ അടിച്ചേക്കാണ്. അടച്ചോ. ഇനി ഇവിടെ ഇരിക്കട്ടെ, അവസാനം വയ്ക്കാം ഫ്രിഡ്ജിലേക്ക്.